Dear aspirants, welcome to Zodiac Academy. നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടി പുതിയൊരു സെഷൻ സോഡിയാക് അക്കാഡമി ആരംഭിക്കുകയാണ്. അവർ നോളജ് ഹണ്ട് 2022 ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷൻ. അവർ യൂണിക് കോംപ്രിഹെൻസീവ് കോഴ്സ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് അഡ്മിഷൻസ് ഏതാണ്ട് ക്ലോസിംഗ് സ്റ്റേജിലാണ്. ഇനി ഏതാനും സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത, അവർ സെസ് തേർഡ് ഫേസ് സോഡിയാക് എലിജിബിലിറ്റി സ്കോളർഷിപ്പ് സ്കീം തേർഡ് ഫേസ് ഈ വരുന്ന 24 മാർച്ച് 2022 കണ്ടക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടി സോഡിയാക് അക്കാഡമി ആരംഭിക്കുന്ന ഈ നോളജ് ഹണ്ട് 2022 16 മാർച്ച് 2022 മുതൽ 23 മാർച്ച് 2022 വരെ നിങ്ങൾക്ക് മസ്റ്റ് നോ ടോപ്പിക്സും അതേപോലെ തന്നെ റയർ ടോപ്പിക്സും നമ്മളുടെ യൂട്യൂബ് ചാനൽസിലൂടെ വീഡിയോസായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റയർ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ടോപ്പിക്കിൻ്റെ പേരാണ് CHERG-STRAUSS സിൻഡ്രോം. എല്ലാവരെയും നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. അവർ ടോപ്പിക് ഈസ് CHERG-STRAUSS സിൻഡ്രോം. അപ്പോൾ എന്താണ് ഈ CHERG-STRAUSS സിൻഡ്രോം? ഈ CHERG-STRAUSS സിൻഡ്രോം എന്നത് നമ്മളുടെ EGPA എന്നുള്ള ഡിസീസിൻ്റെ പഴയ പേരാണ്. അതായത് ഈസിനോഫിലിക് ഗ്രാനുലോമാറ്റോസിസ് പോളിആൻജൈറ്റിസ്. ഈ ഡിസീസിൻ്റെ പഴയ പേരാണ് CHERG-STRAUSS syndrome. So CHERG-STRAUSS syndrome is the old name of this EGPA. That means eosinophilic granulomatosis polyangiitis. അപ്പോൾ അത് തന്നെ ഒരു MCQ ആണ്. EGPAയുടെ പഴയ പേരാണ് CHERG-STRAUSS syndrome or CHERG-STRAUSS disease. അപ്പോൾ എന്താണ് ഈ ഡിസീസ്? അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതേപോലെ തന്നെ ഈ ഡിസീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാസ്കുലൈറ്റിസ് ആണ്. അതായത് വാസ്കുലൈറ്റിസ് ഓഫ് അവർ സ്മാൾ ആൻഡ് മീഡിയം സൈസ്ഡ് ബ്ലഡ് വെസൽസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസീസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഈസിനോഫിലിക് ഗ്രാനുലോമാറ്റോസിസ് വിത്ത് പോളിആൻജൈറ്റിസ് ഓർ ഈസിനോഫിലിക് ഗ്രാനുലോമാറ്റോസിസ് പോളിആൻജൈറ്റിസ്, അതാണ് നമ്മളുടെ CHERG-STRAUSS syndrome. It is a rare autoimmune disease. It is a rare autoimmune disease which affects our small to medium sized blood vessels. അപ്പോൾ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ it is a multi system disorder, ഓർത്തിരിക്കാം. It is a rare autoimmune disease ആണ് and also which affects our small to medium sized blood vessels. അതേപോലെ തന്നെ this disease is characterized by the presence of eosinophilia, increased ANCA levels, that means anti-neutrophil cytoplasmic antibodies, and also asthma and also rhinosinusitis. അപ്പോൾ ഈ അസുഖം, that means our CHERG-STRAUSS syndrome, it is the old name of our eosinophilic granulomatosis polyangiitis. ഓർത്തിരിക്കാം, EGPAയുടെ പഴയ പേരാണ് CHERG-STRAUSS syndrome. It is a multi-system disorder. It is considered as an autoimmune disease. And this disease is the vasculitis of our small to medium-sized blood vessels. This disease is characterized by the presence of eosinophilia, very important, and also increased ANCA level anti-neutrophil cytoplasmic antibodies, asthma and also rhinosinusitis. ഇനി നമുക്കൊരു ന്യൂമോണിക്സ് വെച്ചിട്ട് ഈ ഒരു ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓർത്തിരിക്കാം. ഇതൊരിക്കലും മറന്നു പോയേക്കരുത്. വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളുടെ ന്യൂമോണിക്സ്. ഈ ഒരു ഡിസീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെ എളുപ്പം നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ. വെജ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഓർക്കാം, വെജ് ബ്രേക്ക്ഫാസ്റ്റ്. വി ഫോർ വാസ്കുലൈറ്റിസ്. E for eosinophilia. G for
granuloma or granulomatosis, and B and this AST, that means BR, bronchial asthma, R4 allergic rhinitis. അപ്പോൾ ഓർക്കാം വെജ് ബ്രേക്ക്ഫാസ്റ്റ്, വാസ്കുലൈറ്റിസ്, ഇസിനോഫിലിയ, ഗ്രാനുലോമ, ബ്രോങ്കിയൽ ആസ്മ, അലർജിക് റൈനൈറ്റിസ്. അപ്പോൾ ഈ ഒരു ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഈ ഒരു ന്യൂമോണിക്സ് വഴി നമുക്ക് ഓർത്തിരിക്കാം. വെജ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമേരിക്കൻ കോളേജ് ഓഫ് റൊമറ്റോളജിയുടെ ഒരു ഡയഗ്നോസ്റ്റിക് ഗൈഡ് ലൈൻ ഫോർ ദിസ് CHERG-STRAUSS syndrome ആണ്. അപ്പോൾ ആ ഗൈഡ് ലൈൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൈഡ് ലൈൻ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ദിസ് CHERG-STRAUSS syndrome. According to the guideline of this American College of Rheumatology, നമ്മൾ ജോൺസ് ക്രൈറ്റീരിയ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ദിസ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്. അതേപോലെ ഇവിടെയും 6 ക്രൈറ്റീരിയാസ് തരുന്നുണ്ട്, 6 സിംറ്റംസ് തരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CHERG-STRAUSS syndrome ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് റൊമറ്റോളജിയുടെ ഗൈഡ് ലൈൻ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ദിസ് CHERG-STRAUSS syndrome. ഇവിടെ 6 സിംറ്റംസ് തന്നിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും 4 സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയഗ്നോസ് ദിസ് CHERG-STRAUSS syndrome. അതായത് ആസ്മ, പെരിഫറൽ ബ്ലഡ് ഇസിനോഫീലിയ, ന്യൂറോപ്പതി, മൈഗ്രേറ്ററി ലങ് ഇൻഫിൽട്രേറ്റ്സ് or migratory pulmonary infiltrates, paranasal sinus abnormalities, and also tissue eosinophilia. So the guideline for the diagnosis of this CHERG-STRAUSS syndrome, ഇവിടെ നമുക്ക് 6 സിംറ്റംസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എനി 4 സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയഗ്നോസ് ഇറ്റ് ആസ് CHERG-STRAUSS syndrome. അതായത് ആസ്മ, പെരിഫറൽ ബ്ലഡ് ഇസിനോഫീലിയ, ടിഷ്യൂ ഇസിനോഫീലിയ, ന്യൂറോപ്പതി, മൈഗ്രേറ്ററി പൾമണറി ഇൻഫിൽട്രേറ്റ്സ്, ആൻഡ് ആൾസോ പാരാനേസൽ സൈനസ് അബ്നോർമാലിറ്റീസ്. ഇതിനകത്ത് നിന്നും ഈ പറഞ്ഞ 6 സിംറ്റംസിൽ ഏതെങ്കിലും 4 സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം CHERG-STRAUSS syndrome ഓർ ഇസിനോഫിലിക് ഗ്രാനുലോമാറ്റോസിസ് പോളിആൻജൈറ്റിസ്. ഇനി നമുക്ക് ഈ ഡിസീസിൻ്റെ ഇൻസിഡൻസിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ഇൻസിഡൻസ് ഓഫ് ദിസ് CHERG-STRAUSS syndrome. ഈ ഡിസീസിൻ്റെ ഇൻസിഡൻസ് നമുക്കൊന്ന് നോക്കാം. ഇൻസിഡൻസ് വളരെ റയറായിട്ടുള്ള ഒരു ഡിസീസാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദ ഇൻസിഡൻസ് ഓഫ് ദ ഡിസീസ് ഏതാണ്ട് 2 to 4 ഡയഗ്നോസ്ഡ് പെർ 1 million പീപ്പിൾ. 2 to 4 പെർ 1 million പീപ്പിൾ ആണ് ദ ഇൻസിഡൻസ് ഓഫ് ദിസ് ഡിസീസ്. അതേപോലെ തന്നെ കൾച്ചർ സിഗ്നിഫിക്കൻസ് എടുക്കുമ്പോൾ വൈറ്റ് പേഴ്സൺ ആണ് മോർ പ്രിവലൻസ് ഓർ ഇറ്റ് ഈസ് ഹാവിങ് ലാർജ് പ്രിവലൻസ് ഇൻ ദ ആവറേജ് ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ അവർ 3rd and 5th decade. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ മീൻ ഏജ് ഓഫ് ദിസ് CHERG-STRAUSS syndrome അത് 40 years ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു MCQ ആണ്. മീൻ ഏജ് ഓഫ് ദിസ് CHERG-STRAUSS syndrome ദാറ്റ് ഈസ് 40 years ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ദിസ് ഡിസീസ് നോട്ട് ഷോയിങ് എനി ജെൻഡർ പ്രിഡോമിനൻസ്, അതായത് മെയിലിലാണോ ഫീമെയിലാണോ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് ഷോയിങ് എനി ജെൻഡർ പ്രിഡോമിനൻസ്. അപ്പോൾ റിഗാർഡിംഗ് ദ ഇൻസിഡൻസ് ഓഫ് ദിസ് CHERG-STRAUSS syndrome, വെരി റയർ ഡിസീസ് ആണ്. ഓൺലി 2 to 4 per 1 million population incidence. And while we are discussing about the culture preference, white race have more prevalence of this CHERG-STRAUSS syndrome. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് there is no gender predominance. പിന്നെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഏജ് ഓഫ് ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ് അവർ 3rd and 5th decades. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം മീൻ ഏജ് ഓഫ് ദ ഡിസീസ് ദാറ്റ് ഈസ് 40 years. ഇനി നമുക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട 3 MCQ ആണ് റിഗാർഡിംഗ് ദിസ് ഡിസീസ്. അതായത് ഈ ഒരു ഡിസീസ് which most commonly affect our lungs. Very important. Most commonly affect lungs. Secondly skin. So second most common organ which is involved with this disease that is our skin.
But the morbidity and mortality due to this CHERG-STRAUSS syndrome, that is due to our cardiac manifestations. അപ്പോൾ 3 MCQ ഇവിടെ ഓർത്തിരിക്കാം. അതായത് മോസ്റ്റ് കോമൺലി ഇൻവോൾവ്ഡ് ഓർഗൻ ഓഫ് ദിസ് CHERG-STRAUSS syndrome, that is our lungs ആണ്. മോസ്റ്റ് കോമൺലി ഇൻവോൾവ്ഡ് ഓർഗൻ ലങ്സ് ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് സെക്കൻഡ് മോസ്റ്റ് കോമൺലി ഇൻവോൾവ്ഡ് ഓർഗൻ, ദാറ്റ് ഈസ് അവർ സ്കിൻ. പിന്നീട് ഓർക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: ദ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓഫ് ദിസ് CHERG-STRAUSS syndrome, that is due to this cardiac manifestation. അതായത് ഹാർട്ട് ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്സ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓഫ് ദിസ് CHERG-STRAUSS syndrome. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഡിസീസിന്റെ എറ്റിയോളജിയെ കുറിച്ചാണ്. എറ്റിയോളജി ഓഫ് ദിസ് CHERG-STRAUSS syndrome. എറ്റിയോളജിയെ കുറിച്ച് പറയുമ്പോൾ ദിസ് ഡിസീസ് ഇറ്റ്സ് കോസ് ഈസ് അൺനോൺ, സോ ഇറ്റ് ഈസ് ഇഡിയോപ്പതിക്. ബട്ട് വി ആർ കൺസിഡറിങ് ദിസ് ആസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് അലർജിക് റിയാക്ഷൻ ആൻഡ് ദിസ് ഇമ്മ്യൂൺ കോംപ്ലക്സസ്, എസ്പെഷ്യലി ദ എലിവേറ്റഡ് T lymphocytes. അതോടൊപ്പം തന്നെ ഈ ഡിസീസിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് എലിവേറ്റഡ് ആൻകാ ലെവൽ, ദാറ്റ് മീൻസ് ആൻറ്റി ന്യൂട്രോഫിൽ സൈറ്റോപ്ലാസ്മിക് ആൻറ്റിബോഡീസ് ലെവൽ. അപ്പോൾ ഈ ഡിസീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ബട്ട് എക്സാക്ട് കോസ് ഇറ്റ് ഈസ് നോട്ട് നോൺ, ദാറ്റ് ഈസ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഡ്യൂ ടു ദാറ്റ് അലർജിക് റിയാക്ഷൻസ് ആൻഡ് ആൾസോ ദാറ്റ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻ. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് എക്സാക്ട് കോസ് ഈസ് അൺനോൺ, ഇഡിയോപ്പതിക് ആണ്, ഓർത്തിരിക്കാം. അപ്പോൾ ദിസ് ഡിസീസ് ഇറ്റ്സ് എറ്റിയോളജി ഇഡിയോപ്പതിക്, however believed to be an autoimmune disease because of this allergic features and also presence of immune complexes, that means heightened T cell immunity. And also this disease which is characterized by altered humoral immunity, that means elevated rheumatoid factor. Elevated rheumatoid factor also seen in this CHERG-STRAUSS syndrome, or we can say eosinophilic granulomatosis polyangiitis. അതേപോലെ തന്നെ this elevated anti neutrophil cytoplasmic antibodies ANCA level, അതും ഇവിടെ റേസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട്, ANCA specific or ANCA positive vasculitis. So there is one more other name for this CHERG-STRAUSS syndrome, that is ANCA positive vasculitis. ANCA positive vasculitis. So the etiology of this disease, the disease is an idiopathic disease, but we are considering it as an autoimmune disease because of the allergic reactions and also immune complex formations, and also the raised ANCA level, that means anti-neutrophil cytoplasmic antibodies, ANCA level increase ചെയ്തിരിക്കും. Pathophysiology of CHERG-STRAUSS syndrome. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഹിസ്റ്ററി ഓഫ് സിവിയർ ആസ്മ, ഹിസ്റ്ററി ഓഫ് നേസൽ അലർജീസ്, ക്രോണിക് സൈനസൈറ്റിസ്, മെഡിക്കേഷൻ യൂസ്, എസ്പെഷ്യലി ദിസ് low to high dose of this oral system steroids or this inhaled steroids. ഇനി ഈ ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. One of the most important risk factor for this disease, that is history of severe asthma. Second one, history of nasal allergies, chronic sinusitis, and also medication use, especially in the use of this steroids. That means low to high dose of this oral system steroids or this inhaled steroids. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഇത്രയുമാണ് പറയുന്നത്: history of this asthma and also history of any nasal allergies, chronic sinusitis and also this steroid therapy. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് CHERG-STRAUSS syndrome. eosinophilic granulomatosis polyangiitis, ഇതാണ് നമ്മളുടെ CHERG-STRAUSS syndrome. ഇനി നമുക്ക് ഇതിൻ്റെ പത്തോഫിസിയോളജിയെ കുറിച്ച് നോക്കാം. പത്തോഫിസിയോളജി ഓഫ് CHERG-STRAUSS syndrome.
അപ്പോൾ ഇതിൻ്റെ പത്തോഫിസിയോളജിയെക്കുറിച്ച് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ആക്ടിവേഷൻ ഓഫ് ദിസ് ഇസിനോഫിൽസ് occurs that infiltrates our blood vessels. So necrosis occurs and also there is decreased blood supply of our vital organs, which results in decreased blood supply of our vital organs. അതേപോലെ തന്നെ ഈ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് as an autoimmune response the ANGA level increases. ANGA level, that means anti-neutrophil cytoplasmic antibody level increases. അപ്പോൾ ഈ ANGA level increase ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് which destroys the proteins of our neutrophils. So degranulation of our neutrophils occurs and also there is damage of the endothelium of our blood vessels occurs. That also causes decrease the blood supply of our vital organs. Due to that decreased blood supply of this vital organs, surely there may be further complication, especially our lungs, heart and also of our kidney. Very very important. അപ്പോൾ ഇവിടെ ഡെത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഡ്യൂ ടു ദാറ്റ് കാർഡിയാക് മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട പത്തോഫിസിയോളജി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നമുക്ക് നോക്കാം. ഓവർ ആക്ടിവേഷൻ ഓഫ് ദിസ് eosinophils which infiltrates tissue, mainly our blood vessels. Okay, and the blood vessels become inflamed and restricted blood flow to the vital organs and tissues. After prolonged periods of time, necrosis occurs from the lack of blood flow. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം ഓവർ ആക്ടിവേഷൻ ഓഫ് eosinophils which infiltrates our blood vessels, inflammation occurs, necrosis occurs, decreased blood supply to our vital organs. അപ്പോൾ അത് അവിടെ ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ആൻറ്റി ന്യൂട്രോഫിൽ സൈറ്റോപ്ലാസ്മിക് ആൻറ്റിബോഡീസ് ANCA level that also produced by this person's immune system that attacks our proteins within the neutrophils. This ANCA level raised and which will attack our proteins in this neutrophil of the person. And finally, this can lead to neutrophilic degranulation and endothelial damage which causing inflammation of our small and medium sized blood vessels or arteries. അങ്ങനെ finally എന്ത് സംഭവിക്കുന്നു? These blood vessels become inflamed and restricted blood flow to the vital organs and tissues. ഇപ്പോൾ ഓർക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ദിസ് ഓവർ ആക്ടിവേഷൻ ഓഫ് ദിസ് eosinophils അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിച്ച് ഇൻഫിൽട്രേറ്റ് അവർ ബ്ലഡ് വെസൽസ് ആൻഡ് ദ ബ്ലഡ് വെസൽസ് ബിക്കം ഇൻഫ്ലൈംഡ്, ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദാറ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ്. പിന്നെ ഓർക്കേണ്ട കാര്യം ദിസ് ANCA level raised, that means anti neutrophil cytoplasmic antibodies raised that destroys our proteins in this neutrophils, or degranulation of the neutrophils occurs and also damage of the endothelium developed. Eventually that may lead to decrease the blood supply of our vital organ because of that inflammation. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പത്തോഫിസിയോളജി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതായത് വാസ്കുലൈറ്റിസ്, അതേപോലെ തന്നെ ഇസ്നോഫിലിയ, ഗ്രാനുലോമ, അതേപോലെ തന്നെ ബ്രോങ്കിയൽ ആസ്മ, അതേപോലെ തന്നെ അലർജിക് റൈനൈറ്റിസ്. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഈ ഡിസീസിനെ നമുക്ക് 3 ഫേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് അലർജിക് സ്റ്റേജ്, എ സെക്കൻഡ് ഇസിനോഫിലിക് സ്റ്റേജ് ആൻഡ് ആൾസോ എ വാസ്കുലൈറ്റിക് സ്റ്റേജ്. അപ്പോൾ ഈ 3 സ്റ്റേജിനും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസീസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത്. ഇൻ ദിസ് അലർജിക് സ്റ്റേജ് ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആർ ആസ്മ, അലർജിക് റൈനൈറ്റിസ് ആൻഡ് സൈനസൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് ആൻഡ് ആസ്മ. സൈനസൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് ആൻഡ് ആസ്മ, അലർജിക് സ്റ്റേജ്.
ഇനി ഇസിനോഫിലിക് സ്റ്റേജിലെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീവർ, വെയ്റ്റ് ലോസ്, ഫറ്റീഗ്, നൈറ്റ് സ്വെറ്റ്സ്, കഫ്, അബ്ഡമിനൽ പെയിൻ, GI ബ്ലീഡിംഗ്, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിംഗ്, ഇത്രയുമാണ് പ്രധാനപ്പെട്ട അവർ ഇസിനോഫിലിക് സ്റ്റേജിലെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ഫീവർ, വെയ്റ്റ് ലോസ്, ഫറ്റീഗ്, നൈറ്റ് സ്വെറ്റ്സ്, കഫ്, അബ്ഡമിനൽ പെയിൻ ആൻഡ് GI ബ്ലീഡിംഗ്. ഇതാണ് പ്രധാനപ്പെട്ട ഇസിനോഫിലിക് സ്റ്റേജിലെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജ് വാസ്കുലൈറ്റിക് സ്റ്റേജ്. ഹിയർ ദ മെയിൻ ഫീച്ചേഴ്സ് ആർ സ്കിൻ റാഷസ്, joint aches or joint pains, and also numbness, swelling in the hands and feet, and also there may be nausea and vomiting, diarrhea, dyspnea, hemoptysis, angina, irregular heartbeat, and also hematuria. ഇത്രയുമാണ് നമ്മളുടെ വാസ്കുലൈറ്റിക് സ്റ്റേജിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. വാസ്കുലൈറ്റിക് സ്റ്റേജിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്: സ്കിൻ റാഷ്, ജോയിന്റ് എക്സ് ഓർ പെയിൻസ്, സിവിയർ പെയിൻ, numbness or swelling in this hand and feet, and also nausea, vomiting, diarrhea, dyspnea, and also hemoptysis, angina, irregular heartbeat, and also hematuria. ഇത്രയുമാണ് ഈ ഡിസീസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇത് ഇത്രയും പഠിച്ചില്ലെങ്കിലും നമ്മളുടെ ഓർമ്മയിൽ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കണം. വാസ്കുലൈറ്റിസ്, ഈസിനോഫീലിയ, ഗ്രാനുലോമ, ബ്രോങ്കിയൽ ആസ്മ ആൻഡ് ആൾസോ അലർജിക് റൈനൈറ്റിസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് CHERG-STRAUSS സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഡയഗ്നോസിസ് ഓഫ് ദിസ് CHERG-STRAUSS സിൻഡ്രോം ഒരു പ്രധാനപ്പെട്ട MCQ ഈ ഒരു ഏരിയയിലുണ്ട്. അതായത് ലങ് ബയോപ്സി ഹിയർ വി ആർ നോട്ട് പെർഫോമിങ്. നമുക്കറിയാം മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. എങ്കിൽ പോലും വി ആർ നോട്ട് പെർഫോമിങ് എനി ലങ് ബയോപ്സി ഇൻ ദിസ് CHERG-STRAUSS സിൻഡ്രോം. ഓർത്തിരിക്കാം. വി ആർ നോട്ട് പെർഫോമിങ് lung biopsy in this CHERG-STRAUSS syndrome, but we are performing extrapulmonary biopsy of the skin and also nerve and muscles. Skin, nerve, muscle biopsy we are performing but not performing lung biopsy. Very important MCQ. അതേപോലെ തന്നെ നമ്മളുടെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഹിയർ increased lung volumes, and also frontal X-ray shows reticular nodular pattern in the upper lobes bilaterally. അപ്പോൾ ഫ്രണ്ടൽ എക്സ്റേയിൽ എന്താണ്? ബൈലാറ്ററൽ അപ്പർ ലോബ്സിൽ എന്തുണ്ട്? നോഡുലാർ പാറ്റേൺ ഉണ്ട്. നോഡുലാർ പാറ്റേൺ ഇൻ ദ ബൈലാറ്ററൽ upper lobes of the lungs in the frontal X-ray. Upper lobes of the lungs bilaterally, here we are having what? Reticular nodules. Reticular nodular pattern ഇവിടെ ഉണ്ട്. reticular nodules or reticular nodular pattern of this X-ray എവിടെ കാണുന്നു? CHERG-STRAUSS സിൻഡ്രോത്തിൽ കാണുന്നു. reticular nodular pattern of X-ray. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ഡയഗ്നോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഹിയർ വി ആർ നോട്ട് പെർഫോമിംഗ് വാട്ട്? ദിസ് ലങ് ബയോപ്സി ആൻഡ് ആൾസോ ഹിയർ റൈസ്ഡ് ലങ് വോളിയംസ്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രണ്ടൽ എക്സ്റേ. റെറ്റിക്കുലാർ നോഡ്യൂൾസ് എവിടെയാണ് കാണുന്നത്? അപ്പർ ലോബ്സ് ബൈലാറ്ററലി. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ട്രീറ്റ്മെൻറ്റ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്, മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ്സ് തന്നെയാണ്. ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് നമുക്ക് ഇങ്ങനെ പറയാം: മീഥൈൽ പ്രെഡ്നിസോൺ. മീഥൈൽ പ്രെഡ്നിസോൺ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. മീഥൈൽ പ്രെഡ്നിസോൺ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. So methylprednisone is the drug of choice for this EGPA, eosinophilic granulomatosis polyangiitis or our CHERG-STRAUSS syndrome. ഓർത്തിരിക്കാം. ഇനി മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കറിയാം. ഇമ്മ്യൂണോ സപ്രസൻറ്റ് മെഡിക്കേഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാം.
immunosuppressant medications. And also intravenous immunoglobulins നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ആൾസോ നോവൽ ബയോളജിക്കൽ ഏജൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് മീഥൈൽ പ്രെഡ്നിസോൺ ഓർ വി ക്യാൻ കോൾ ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. കോംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് CHERG-STRAUSS syndrome. The main complications are skin scarring there may be, and also cardiac involvement, that means pericarditis, and also heart failure. And also there may be, due to this constant inflammation, there may be glomerulonephritis and also this kidney failure or kidney dysfunctions. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ്. ആൻഡ് ഇവഞ്ച്വലി ഡ്യൂ ടു ദിസ് കോംപ്ലിക്കേഷൻസ് ദെയർ മേ ബി ഡെത്ത് ഒക്കേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്കാറിംഗ് ഓഫ് ദ സ്കിൻ. Second one, and due to this scarring of skin there is skin rashes. And secondly, peripheral neuropathy. Here peripheral nerve damage such as numbness, burning and loss of function in the hand and feet may be occur. So peripheral neuropathy, simply peripheral neuropathy. And third one, pericarditis, heart attack and heart failure. And fourth one, due to this constant inflammation there is glomerulonephritis and kidney failure. And these complications eventually may leads to death. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം സ്കാറിംഗ് ഓഫ് സ്കിൻ ഓർ സ്കിൻ റാഷസ് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതി, പെരികാർഡൈറ്റിസ് ആൻഡ് ഹാർട്ട് ഫെയിലർ, ഹാർട്ട് ഇൻവോൾവ്മെൻറ്റ്, അതാണ് ദ കോസ് ഓഫ് ദിസ് മോസ്റ്റ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓഫ് ദിസ് ഡിസീസ്. പിന്നെ പറഞ്ഞതാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആൻഡ് കിഡ്നി ഫെയിലർ, ഡെത്ത്. ഇത്രയുമാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിസീസിൻ്റെ നഴ്സിംഗ് മാനേജ്മെൻറ്റ്സിലോട്ട് പോകാം. Nursing managements. Here we have to monitor the eosinophil levels, and also if the patient having this bronchial asthma or fever, surely we have to monitor these vital signs. We know this disease having this inflammatory responses, surely we have to look for the signs of any infection, very much important. And very most important intervention for the nurses, that is, here we are introducing this glucocorticosteroid therapy. So the nurse have to have thorough knowledge regarding the side effects of this glucocorticosteroid therapy. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. സോ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഓർ ദിസ് നഴ്സിംഗ് മാനേജ്മെൻറ്റ്സ് ഓഫ് ദിസ് CHERG-STRAUSS syndrome, we have to monitor this eosinophilic levels, monitor their vital signs in case of this fever or asthma, administer these medications as per order every day to help with the management of the disease, and establish the relationship by communication to help alleviate fear in patient and family. കാര്യം ഇതൊരു റയർ ഡിസീസാണ്, ഒരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആണ്. അപ്പോൾ പേഷ്യൻസിന് ഫിയർ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ IPR, interpersonal relationship between this family and also the client for alleviating the fear of the patient. And the nurse should be aware of the side effects of the long term glucocorticosteroid therapy. Methyl prednisone ആണ് നമ്മളുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദിസ് CHERG-STRAUSS syndrome. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്ട്സ് ലൈക്ക് ദിസ് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് മെലിറ്റസ്, വെയ്റ്റ് ഗെയിൻ, വെരി ഇമ്പോർട്ടൻറ്റ് വെയ്റ്റ് ഗെയിൻ, അതേപോലെ തന്നെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, വാസ്കുലാർ നെക്രോസിസ്, അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്ട്സ് ആണ് ഗ്ലോക്കോമ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് ഗ്ലോക്കോമ ആൻഡ് കാട്രാക്ട്, ഡിപ്രഷൻ, പ്രോഗ്രഷൻ ഓഫ് ദിസ് ആർത്രോസ്ക്ലെറോസിസ്, ഹൈപ്പർ ടെൻഷൻ ദെയർ മേ ബി, അതേപോലെ തന്നെ മൂൺ ഫേസസ് ഓർ കുഷിംഗോയിഡ് ഫേസസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് മെലിറ്റസ്, ആൻഡ് ഓൾസോ ദെയർ മേ ബി ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് hypertension and also this progression of this atherosclerosis, glaucoma, cataract, weight gain, risk of infection. ഇതെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകളാണ്. ഇതിനെക്കുറിച്ച് ഒരു തറോ നോളജ് നേഴ്സിന് ഉണ്ടായിരിക്കണം while we are dealing with a patient with this CHERG-STRAUSS syndrome. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് CHERG-STRAUSS സിൻഡ്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതൊരു റയർ ഡിസീസാണ്, ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആണ്, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്.
which affects our small to medium sized blood vessels. Vasculitis ആണ് ഓർത്തിരിക്കാം. And which is characterized by അവിടെ നമ്മൾ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഓർക്കുക, vasculitis and also eosinophilia, granuloma, bronchial asthma and finally allergic rhinitis. പിന്നെ ഓർക്കേണ്ടത് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. സെക്കൻഡ്ലി അവർ സ്കിൻ ആൻഡ് മോസ്റ്റ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഡ്യൂ ടു ദ കാർഡിയാക് മാനിഫെസ്റ്റേഷൻസ്. ഈ ഡിസീസിൻ്റെ ഇൻസിഡൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട MCQ എന്ന് പറയുന്നത് മീൻ ഏജ് ഓഫ് ദിസ് ഡിസീസ് ദാറ്റ് ഈസ് 40 years. ഇനി ഇതിൻ്റെ എറ്റിയോളജിയെ കുറിച്ച് പറയുമ്പോൾ ദ കോസ് ഈസ് അൺനോൺ, ദാറ്റ് ഈസ് idiopathic, but we are considering it as an autoimmune disease due to this allergic reactions and also that raised ANCA levels. പിന്നെ നമ്മൾ പത്തോഫിസിയോളജിയെ കുറിച്ച് പറഞ്ഞു. ഡ്യൂ ടു ദാറ്റ് ഓവർ activity of that eosinophils that infiltrates our blood vessels and causes this inflammation and also this necrosis of our blood vessels that leads to decreased blood supply of our vital organs. And also here increased ANCA level, anti-neutrophil cytoplasmic antibodies raised here and which destroys our proteins in the neutrophils. So degranulation of the neutrophil occurs and also damage of the endothelium of our blood vessels occurs. അതാണ് ഇതിൻ്റെ പത്തോഫിസിയോളജി എന്ന് പറയുന്നത്. സിംപ്ലി ഓർത്തിരിക്കുക, വാസ്കുലൈറ്റിസ് ഓഫ് അവർ സ്മാൾ ടു മീഡിയം സൈസ്ഡ് ബ്ലഡ് വെസൽസ്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൾറെഡി തന്നെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? വെജ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ ഡയഗ്നോസിസ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഹിയർ വി ആർ നോട്ട് പെർഫോമിംഗ് ലങ് ബയോപ്സി, ഓൺലി എക്സ്ട്രാ പൾമണറി ബയോപ്സി ഓൺലി വി ആർ പെർഫോമിംഗ് ഹിയർ. അതേപോലെ തന്നെ റൈസ്ഡ് ആൻകാ ലെവൽസ്. എക്സ്റേയുടെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക, ഫ്രണ്ടൽ എക്സ്റേ വിച്ച് ഷോസ് റെറ്റിക്കുലർ നോഡ്യൂൾസ് ഇൻ ദ അപ്പർ ലോബ്സ് ഓഫ് ദ ലങ്സ് ബയലാറ്ററലി ഓർത്തിരിക്കാം. അതാണ് ഫ്രണ്ടൽ എക്സ്റേ ഫൈൻഡിങ്സ് നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് അവർ ഡ്രഗ് ഓഫ് ചോയ്സ് മീഥൈൽ പ്രെഡ്നിസോൺ. പിന്നെ എടുത്ത് പറഞ്ഞത് ഈ ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മെയിൻ കോംപ്ലിക്കേഷൻസ് ദിസ് scarring of skin, that means skin rashes and also peripheral neuropathy, pericarditis and this cardiac involvement, heart failure and this constant inflammation that may leads to glomerulonephritis and kidney dysfunctions or kidney damage. അതേപോലെ തന്നെ ഡെത്ത്. ഇത്രയുമാണ് കോംപ്ലിക്കേഷൻ ആയിട്ട് എടുത്ത് പറഞ്ഞത്. പിന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് മോണിറ്റർ ഓഫ് ദിസ് eosinophil level and also if there is asthma or any fever, surely monitor this vital signs regularly and also monitor for any signs of infection and very much important thorough knowledge regarding the side effects of this glucocorticosteroid therapy such as this glucocorticosteroid induced diabetes mellitus and also this progression of this atherosclerosis, hypertension, glaucoma, cataract and a very very important weight gain and also increased chances of this infection and vascular necrosis. ഇത്രയുമാണ് ഈ ഡിസീസിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മളിതിൻ്റെ ആകെ നെക്ഷലായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇൻഡെപ്ത് നമ്മളുടെ തിയറി ക്ലാസ്സസിൽ, മെഡിക്കൽ സർജിക്കലിൻ്റെ തിയറി ക്ലാസ്സസിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി ഈ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പേഷ്യൻ്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് CHERG-STRAUSS syndrome. What type of white blood cell is involved in this disease? ഈ ഡിസീസിൻ്റെ പേര് തന്നെ നമുക്കറിയാം, EGPA, eosinophilic granulomatosis polyangiitis. So the white blood cell which involved in this CHERG-STRAUSS syndrome, that is eosinophils ആണ്. C option ആണ് റൈറ്റ്. ഇനി നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, a patient is diagnosed with the CHERG-STRAUSS syndrome. Which of the following would the nurse expect to find in the patient's history? ഇപ്പോൾ ഇവിടെ ഒറ്റ കാര്യം നമ്മൾ ഓർത്താൽ മതി, നമ്മളുടെ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഓർത്താൽ മതി. ഇപ്പോൾ വാസ്കുലൈറ്റിസ്, ഇസ്നോഫിലിയ, ഗ്രാനുലോമ, ബ്രോങ്കിയൽ ആസ്മ ആൻഡ് അലർജിക് റൈനൈറ്റിസ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ്. അപ്പോൾ ഇവിടെ ഓർക്കാം, അനീമിയ ഇല്ല, ഈ പറഞ്ഞതിലില്ല. സിവിയർ ആസ്മ ഉണ്ട്, ബ്രോങ്കിയൽ ആസ്മയുണ്ട്. ലുക്കീമിയ ഈ പറഞ്ഞതിലില്ല.
ഹൈപ്പർ ടെൻഷൻ ഈ പറഞ്ഞതിലില്ല. അപ്പോൾ അവർ ഓപ്ഷൻ ഈസ് സിവിയർ ആസ്മ. അവർ തേർഡ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ഓർഗൻ അഫക്റ്റഡ് ബൈ CHERG-STRAUSS syndrome. നമ്മളത് പറഞ്ഞു അല്ലേ? ലങ്സ് ആണ് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ഓർഗൻ, ഫോളോഡ് ബൈ സ്കിൻ ആണ്. ബട്ട് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ദാറ്റ് ഡ്യൂ ടു ദിസ് ഹാർട്ട് ഇൻവോൾവ്മെന്റ് ആണ്. അപ്പോൾ അതാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓഫ് ദിസ് CHERG-STRAUSS syndrome ഈസ് ഡ്യൂ ടു, ആൾറെഡി പറഞ്ഞു, ഡ്യൂ ടു ദിസ് കാർഡിയാക് ഇൻവോൾവ്മെന്റ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഫോർ ദിസ് CHERG-STRAUSS syndrome, that means treatment of choice for this CHERG-STRAUSS syndrome, that means our EGPA, eosinophilic granulomatosis polyangiitis ന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മീഥൈൽ പ്രെഡ്നിസോൺ ആണ്, നമ്മളുടെ ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ്. ഹിയർ ദ ആൻസർ ഈസ് മീഥൈൽ പ്രെഡ്നിസോൺ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് CHERG-STRAUSS syndrome എന്ന റയർ ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് അവർ ഈസിനോഫിലിക് ഗ്രാനുലോമാറ്റോസിസ് പോളിആൻജൈറ്റിസ്. അപ്പോൾ ഇതേപോലെയുള്ള റയർ ഡിസീസ് ആൻഡ് ആൾസോ മസ്റ്റ് നോ ടോപ്പിക്, ഇതാണ് നമ്മളുടെ ഈ നോളജ് ഹണ്ട് 2022 എന്നുള്ള ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെ മറ്റൊരു റയർ ഡിസീസ് ഓർ മസ്റ്റ് നോ ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഒരു കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ സെസ് തേർഡ് ഫേസ് സോഡിയാക് എലിജിബിലിറ്റി സ്കോളർഷിപ്പ് സ്കീം വരാൻ പോകുന്ന 24th March 2022 നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. മറക്കാതെ തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.